യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകി ഉറങ്ങുന്നതും, നിങ്ങൾ അധികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകി ഉറങ്ങുന്നതും കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നല്ലോ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നല്ലോ. അവകാശവും ഉദരഫലം അവൻ നൽകും പ്രതിഫലവും. മക്കൾ യഹോവ തരും അവകാശവും ഉദരഫലം അവൻ നൽകും പ്രതിഫലവും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലല്ലോ യൗവനത്തിലെ മക്കൾ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലല്ലോ യൗവനത്തിലെ മക്കൾ. അവയാലവ നാഴി നിറച്ചവൻ ഭാഗ്യവാൻ. അവയാലവ നാഴി നിറച്ചവൻ ഭാഗ്യവാൻ. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. സന്തുഷ്ട കുടുംബം എന്ന പ്രസംഗ പരമ്പരയിലെ 12ാമത്തേതും അവസാനത്തേതുമായ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി കുടുംബത്തെക്കുറിച്ചുള്ള ചില ചെറിയ ചെറിയ ചിന്തകൾ നാം ഒരുമിച്ച് പങ്കിടുകയായിരുന്നു. വീട്ടിലിരുന്നുകൊണ്ട് വീട്ടുകാര്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ ചിന്തിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ സഹകരിച്ച നിങ്ങളോട് നന്ദി പറയുന്നു. ഇന്ന് കുടുംബങ്ങളിൽ പല പല പ്രശ്നങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് അപേക്ഷിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശേഷാൽ മക്കളെക്കുറിച്ച് വളരെ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരാണ് ഈ കാലത്തുള്ളത്. മാതാപിതാക്കന്മാരെ ആദരിക്കാത്ത മക്കളും, മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത മാതാപിതാക്കന്മാരും, ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരും, ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഭാര്യമാരും, ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. ഇതിന്റെ നടുവിൽ അല്പമെങ്കിലും വ്യത്യാസം വരുത്തുവാൻ ഈ ചിന്തകൾ നമുക്ക് ഇടയാകും.
നിങ്ങളിത് കേൾക്കുകയും മറ്റുള്ളവരെ ഇത് കേൾക്കാൻ ഉത്സാഹിപ്പിക്കുകയും തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിച്ച് ഇതിന്റെ സമാപന സന്ദേശം എന്ന നിലയിൽ 127 സങ്കീർത്തനം 1 വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, കുടുംബത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഈ വചനം അനേക കുടുംബങ്ങളിൽ എത്തിയല്ലോ. അവരൊക്കെയും തങ്ങളുടെ ഭവനത്തെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ, കേടുപോക്കുവാൻ, പണിയുവാൻ സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്താൽ, നിന്റെ ആത്മാവിനാൽ ഭവനങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനവും ഗ്രഹിപ്പാൻ കൃപ നൽകണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പല ദിവസങ്ങളായി നാം ഈ ഒരു വിഷയം ചിന്തിക്കുകയാണ്. കുടുംബം. ഒന്നുകൂടെ പറയാം, ഇത് ദൈവത്തിന്റെ മനസ്സിലെ ആശയമാണ്. മനുഷ്യന് തോന്നിയതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച ചിന്തയല്ലിത്. ഇത് ദൈവം സ്ഥാപിച്ചു. ഇന്ന് വരെയും അത് ആ നിലയിൽ നിലനിൽക്കുന്നു. ഇതിന്റെ നിയമങ്ങളെക്കുറിച്ച് ദൈവമാണ് പറഞ്ഞത്. ബൈബിളിൽ കുടുംബം എന്ന വിഷയത്തിന്റെ വിശദീകരണങ്ങളുണ്ട്. ഇതിനകത്തെ അംഗങ്ങൾ ആരൊക്കെയാണെന്നും അവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആകയാൽ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ച് നമ്മുടെ ഭവനത്തെ നാം ഏറ്റവും നല്ല നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടെ പണിയേണ്ടതാണ്. കുടുംബത്തെ തകർക്കുന്ന മനുഷ്യന് എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വരട്ടെ. ഇന്നത്തെ വചനം നമുക്ക് നോക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. വീട് എന്നതിന് ഹൗസ് എന്നും ഹോം എന്നും ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഇതിൽ ഹൗസ് എന്ന് പറയുന്നത് കെട്ടിടമായിട്ട് മാറും. ഹോം എന്ന് പറയുന്നതാണ് വീട്. വീട് പണിയാൻ അല്ലെങ്കിൽ ഭവനം പണിയുവാൻ സിമന്റ്, കല്ല്, ഇരുമ്പ്, ഓട് ഇതൊന്നും അല്ല പ്രധാനമായിട്ട് വേണ്ടത്. എന്നാൽ കെട്ടിടം പണിയാൻ കുറച്ച് സിമന്റും കുറച്ച് കല്ലും കുറച്ച് കമ്പിയും നല്ല പണിക്കാരുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിടം പണിയാം. ആ കെട്ടിടത്തിന് ജനലും കതകും വയ്ക്കാം, കട്ടിലും മേശയും ഇടാം, അലമാര വയ്ക്കാം. വേണമെങ്കിൽ അതിനകത്തൊരു കിച്ചനും ഉണ്ടാക്കാം, ഫ്രിഡ്ജ് വയ്ക്കാം. പൈസ കൊടുത്ത് വാങ്ങാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലിടാം. പക്ഷെ അതൊന്നും അത് വീടാകുകയില്ല. വീട് എന്ന് പറയുന്നത് അവിടെ പാർക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് അറിയുമ്പോഴാണ് അത് വീടാണോ ലോഡ്ജാണോ എന്നറിയുന്നത്. ധാരാളം ലോഡ്ജ് നമുക്ക് ഈ പട്ടണങ്ങളിൽ കാണാം. അവിടെ താമസിക്കുന്നവരാരാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ വീടതല്ല, ഭവനം. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കുടുംബം പണിയുന്നതിന് ഭർത്താവിനൊരു ഉത്തരവാദിത്വമുണ്ട്, ഭാര്യയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്, മക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി വരുമ്പോൾ അപ്പച്ചനും അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. അവരോട് കടപ്പാടുണ്ട്, അവർക്ക് ഇങ്ങോട്ട് ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചില കടപ്പാടുകൾ നിർവഹിക്കണം. മക്കൾ അപ്പനോടും അമ്മയോടും, മാതാപിതാക്കൾ മക്കളോടും ചില കടമകൾ നിർവഹിക്കണം. ഈ കടമകളോടുള്ള ബന്ധത്തിൽ ഇവർ വിശ്വസ്തരായിരിക്കണം. ഇതെല്ലാം മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. വിശ്വസ്തത എന്ന വാക്ക് കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വാസ്തവത്തിൽ കുടുംബജീവിതം ഒരു പ്രതിജ്ഞയാണ്. മുൻകാലങ്ങളിൽ പരിചയമില്ലാതിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രതിജ്ഞ ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരാകുകയാണ്. ഈ പ്രതിജ്ഞ മരണം വരെ സൂക്ഷിക്കേണ്ടതാണ്. ഇതിനകത്ത് വിശ്വസ്തത എന്നൊരു വാക്കുണ്ട്. ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തത പാലിക്കണം, ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത പാലിക്കണം. ഇവർ സമൂഹത്തോട് വിശ്വസ്തത പാലിക്കണം, ഇവർ ദൈവത്തോട് വിശ്വസ്തത പാലിക്കണം, ഇവർ മക്കളോട് വിശ്വസ്തത പാലിക്കണം. ഇങ്ങനെ അന്യോന്യം വിശ്വസ്തരായിരുന്നാലേ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രധാന ചിന്ത ഈ വചനത്തിൽ കിടക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ. ഞാൻ ഈ ചിന്തയുടെ സമാപനത്തിൽ
ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ, അതേതാണ് ആ ചോദ്യം? ദൈവം പണിയുന്നില്ലെങ്കിൽ കുടുംബം ഇടിഞ്ഞു പോകും. പണത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള മനുഷ്യരാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ആർഭാട ജീവിതങ്ങളോ ഇഷ്ടം പോലെ പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവോ ഉള്ള ആളുകൾ ഇന്ത്യയിൽ 10% പോലും കാണുകയില്ല. 10% താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ഇഷ്ടം പോലെ കാശുള്ളൂ. പിന്നെ താഴേക്ക് വന്നു വരുമ്പോൾ നാളത്തെ കാര്യത്തിന് പൈസയില്ലാതെ, ഇന്നത്തെ കാര്യത്തിന് പൈസയില്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, എങ്ങനെ കൊച്ചിന് ഫീസ് കൊടുക്കും, എങ്ങനെ മോളെ കല്യാണം കഴിപ്പിക്കും എന്നിങ്ങനെ ഭാരപ്പെട്ട് കരയുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അങ്ങനെ ഈ സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഭയങ്കര ഭാരം കാരണം മനുഷ്യരുടെ എല്ലാം മനസ്സ് പണവുമായിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ ബത്തപ്പാടിനിടയിൽ നമ്മൾ വേറെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നു പോവുക. എന്നാൽ ഈ പണം ഉണ്ടായി കഴിയുമ്പോഴോ അവിടെയാണ് അതിൻ്റെ പ്രശ്നം. കേരളത്തിലെ വളരെ ധനികനായൊരു മനുഷ്യന്റെ വീട്ടിൽ മദ്രാസിൽ ഞാൻ പോയപ്പോൾ അവരുടെ സാമ്പത്തിക നിലവാരം, അവരുടെ ആസ്തി, അവരുടെ കമ്പനികൾ, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഒരു സാധാരണ മലയാളിയൊന്നും ആ നിലവാരത്തിൽ എത്താൻ കഴിയുകയുമില്ല. വളരെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് വേറൊരാൾ എന്നെ വിളിച്ചതനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അസാധാരണമെന്ന് പറയാവുന്ന വീട്. വളരെ സമയം കൊണ്ട് ആ വീടിനകത്തെത്തുകയും അവിടുത്തെ ആളുകളെ കാണാൻ അവസരം കിട്ടുകയും ചെയ്തു. പക്ഷെ ആ വീട്ടിലെ മാന്യ സഹോദരി പുറത്തേക്ക് വന്നു. ഞങ്ങൾ ഇരിക്കുന്ന ആ മുറിയിൽ വന്നിരുന്ന് സംസാരിച്ചു. അവരുടെ ഭർത്താവ് പെട്ടെന്ന് രോഗിയായിപ്പോയി. ബുദ്ധിമാനായ ഒരു വലിയ വ്യവസായി, അനേക കമ്പനികളുടെ ഉടമ, ധനവാനായ കോടീശ്വരനായ മനുഷ്യൻ പെട്ടെന്ന് ഒരു വശം തളർന്നു. അന്ന് തന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതിലേക്കും വില കൂടിയ ചികിത്സകൾ കൊടുത്തു. ഓപ്പറേഷൻ നടത്തി. അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ആ മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിയില്ല. ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. വീൽ ചെയറിൽ അദ്ദേഹത്തെ ഉന്തി ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നു. ഞങ്ങളെ കണ്ടിട്ട് ആ മനുഷ്യന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണ് നിറഞ്ഞ് ഒഴുകി രണ്ട് വശത്തൂടെയും. പെട്ടെന്ന് തന്നെ ആ വീൽ ചെയർ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ജോലിക്കാരനേകരുണ്ട് ആ വീട്ടിൽ. ഈ സ്ത്രീ ഞങ്ങളോടൊപ്പം അവിടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, പണം കൊണ്ട് ഒന്നും നേടാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി എത്രയോ കാലം കഴിയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ സത്യം ഒന്നുകൂടെ പറയാം. പണം കൊണ്ട് ഒന്നും നേടാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന്. ഇത് പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ ഒരാളാണ് പറഞ്ഞത്. എന്താണ് പണം കൊണ്ട് നേടാൻ പറ്റാത്തത്? പണം കൊണ്ട് ജീവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പണം കൊണ്ട് രോഗത്തെ തടയാൻ പറ്റില്ല. പണം കൊണ്ട് ബുദ്ധി വർദ്ധിപ്പിക്കാൻ പറ്റുകയില്ല. പണം കൊണ്ട് സമാധാനമുണ്ടാക്കാൻ പറ്റില്ല. പണം കൊണ്ട് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. പണം കൊണ്ട് വ്യക്തികളെ നേടാൻ പറ്റില്ല. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ പണം കൊണ്ട് ഒന്നും സാധിക്കില്ല. എന്നാൽ ജനിച്ച നാൾ മുതൽ ഈ വയസ്സുവരെ പണിതിട്ടും ഒരു കൊച്ചു വീടുണ്ടാക്കാൻ